നീ എവിടെ പോയേനെ, നീ എവിടെ പോകുമായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം അതിനുള്ള വെർബ് ഏതാണെന്ന് നോക്കാം. ഗോ എന്നാണ് പോവുക എന്ന വാക്ക്. ഗോ പോവുക. ഗോ പോയി എന്ന് പറയാൻ വെൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം നോക്കാം. നീ എവിടെ പോയി എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കും. അത് കഴിഞ്ഞ് പോയി എന്നാണ്, അതായത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഡു അല്ല ഡിഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പം വേർ ഡിഡ് യു ഗോ, നീ എവിടെ പോയി. അടുത്ത നോക്കിയേ, നീ എവിടെ പോകുമെന്ന് ചോദിക്കണമെങ്കിൽ പോകുമെന്നുള്ളത് ഫ്യൂച്ചറിലാണ് പറയേണ്ടത്. അപ്പം ഫ്യൂച്ചറിൻ്റെ ഹെൽപ്പിംഗ് വെർബാണ് വേണ്ടത്. ഫ്യൂച്ചറിൻ്റെ ഹെൽപ്പിംഗ് വെർബ് വില്ലാണ്. ആകും എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ എവിടെ, അപ്പോഴാദ്യം എന്ത് വേണം? ക്വസ്റ്റ്യൻ വേർഡ് എവിടെ പോകുമെന്നല്ലേ, അപ്പം ക്വസ്റ്റ്യൻ വേർഡ് വെയർ ചേർക്കുക. വെയർ വിൽ യു ഗോ, നീ എവിടെ പോകും. പോകും, ഗോയുടെ കൂടെ ഹെൽപ്പിംഗ് വെർബായ വിൽ ചേർന്ന് വരുമ്പം പോകും എന്നായി. വെയർ വിൽ യു ഗോ. അപ്പോൾ ആദ്യം വെയർ ക്വസ്റ്റ്യൻ വേർഡ് എഴുതി എവിടെ, അത് കഴിഞ്ഞ് ഹെൽപ്പിംഗ് വെർബ് വിൽ, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വെർബ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതാം. അപ്പോൾ അവിടെ എന്തെഴുതാം? വെയർ വിൽ യു ഗോ, നീ എവിടെ പോകും. അടുത്ത നോക്ക്, നീ എവിടെ പോയതായിരുന്നു. നീ എവിടെ പോയതായിരുന്നു. നമ്മൾ ഹാഡ് ഗോൺ പഠിച്ചില്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്ത് കഴിഞ്ഞ കാര്യം പറയുന്നതാണ്. അപ്പോൾ ഇവിടെ അതിനെ ചോദ്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വേർ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതും, അത് കഴിഞ്ഞ് ഹാഡ്, അത് കഴിഞ്ഞ ഹാഡിൻ്റെ കൂടെ നമ്മൾ V3 ആണ് ഉപയോഗിക്കുന്നത്. ഗോയുടെ V3, ഗോ, വെൻറ്റ് V2, V3 വരുമ്പം ഗോൺ വരും. അപ്പം വേർ ഹാഡ് യു ഗോൺ, പോയതായിരുന്നു, പോയി കഴിഞ്ഞ കാര്യം. അപ്പം നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കാനായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാഡും V3യും ചേർക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? വേർ ഹാഡ് യു ഗോൺ. അടുത്ത നോക്ക്, നീ എവിടെയായിരുന്നു. അതും കഴിഞ്ഞതാണ്. നമ്മൾ വാസ് വെയർ ആയിരുന്നു എന്ന് പഠിച്ചു, ആമീസാർ ആകുന്നു എന്ന് പഠിച്ചു, ഓസ് വെയർ ആയിരുന്നു എന്ന് പഠിച്ചു. അപ്പോൾ ഇത് നമുക്കിവിടെ എന്തെന്ന് എഴുതാം? ആയിരുന്നു എന്ന് ചോദിക്കാൻ വെയർ എവിടെ, വേർ ആയിരുന്നു. ആ വേർ എവിടെ എന്നുള്ള വേർ WHERE, വേർ എവിടെ, ഈ വേർ ആയിരുന്നു എന്നുള്ള അർത്ഥം. വേർ യു. ഈ ആറൊന്നും കടുപ്പിച്ച് പറയത്തില്ല, നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വേർ യു എന്നാണ് ശരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മളിവിടെ പറയാം വേർ യു, നീ എവിടെ ആയിരുന്നു. അടുത്ത നോക്ക്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കാൻ. അപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നീ പോകാൻ പോവാ, നടക്കാൻ പോകുന്ന കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടിന്യൂസ്ലി പറയുമ്പോൾ ഇപ്പം പോകാൻ പോകുന്നത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിവിടെ ING ചേർക്കും. വേർ ആർ യു ഗോയിങ്, നീ എവിടെയാണ് അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നത്. ഇവിടെ യു വന്നത് കൊണ്ടാണ് ആർ ചേർത്തത്. ഏകവചനത്തിൻ്റെ കൂടെ ആകുന്നു എന്ന് പറയാൻ ഈസാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. ഐയും യുവും ഒക്കെ ആകുമ്പം ഏകവചനം പറഞ്ഞാലും ആറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് യു വന്നത് കൊണ്ടാണ് അവിടെ ആർ ഉപയോഗിച്ചത്. വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്. അതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ നീ എവിടെ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോകുന്നു, ആ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആർ യു ഗോയിങ് വെർബ് പ്ലസ് ING വന്ന് ചോദിക്കുന്നത്. അടുത്ത നോക്ക്, നീ എവിടെ പോകുമായിരുന്നു. നീ എവിടെ പോകുമായിരുന്നു. ഇന്നലെ നീ അവനെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവളെ കണ്ടില്ലെങ്കിൽ നീ എവിടെ പോകുമായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കൂലേ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെയർ വുഡ് യു ഗോ, വുഡ് യു ഗോ, വെയർ വുഡ് യു ഗോ, നീ എവിടെ പോകുമായിരുന്നു. അടുത്ത നോക്ക്, നീ എവിടെ പോയേനെ എന്ന് ചോദിക്കാൻ നമ്മൾ എന്തോ പറയും? വെയർ വുഡ് യു കഴിഞ്ഞ് നമുക്ക് ഹാവ് ഗോൺ ചോദിക്കണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണം. കണ്ടോ, പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴത്തേന് ഹാവ് ഗോൺ, ഹാവ് കഴിഞ്ഞിട്ട് V3 വരണം, ഹാവ് ഗോൺ. ഇവിടെ യു വന്നതുകൊണ്ടാണ് ഹാവ് വന്നത്, അല്ലാതെ ഏകവചനം ആയിരുന്നെങ്കിൽ ഹാസാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാസ് ഒക്കെ ചേർക്കുന്ന കാര്യം പഠിച്ചില്ലേ. ഇവിടെ വുഡ് ഹീ ആയിരുന്നെങ്കിൽ അവൻ എവിടെ പോയേനെന്ന് ചോദിക്കാനായിരുന്നെങ്കിൽ വെയർ വുഡ് ഹീ ഹാസ് ഗോൺ, അവൻ എവിടെ പോയേനെ. അപ്പം യു കഴിഞ്ഞ് ഹാവ് വന്നത് ഇവിടെ ബഹുവചനം അല്ല, യു വന്നതുകൊണ്ടാണ്. ഏകവചനത്തിൻ്റെ കൂടെ ഹാസും ബഹുവചനത്തിൻ്റെ കൂടെ ഹാവുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒഴിവുള്ളത് ഏതിലൊക്കെയുടെ ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും ഹാവ് ചേർക്കും എന്ന് പറഞ്ഞു. അപ്പം വേർ വുഡ് യു ഹാവ് ഗോൺ, നീ എവിടെ പോയേനെ. അതേസമയം അവൾ എവിടെ പോയേനെ എന്ന് ചോദിക്കാനായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചേനെ? വേർ വുഡ് ഹാവ്
വേർ വുഡ് ഷീ ഹാസ് ഗോൺ, അവൾ എവിടെ പോയേനെ എന്ന് ചോദിക്കാൻ ഹാസ് ചേർത്തേനെ. ഷീ ഹാസ് ചേർക്കുമായിരുന്നു. അടുത്ത നോക്ക്, ഇതുപോലെ നമുക്ക് വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. 2 ഉദാഹരണം കൂടി പറയാം. ഇഫ് യു ഹാഡ് എ ഹോളിഡേ, നിനക്കൊരു അവധി കിട്ടിയാൽ വേർ വുഡ് യു ഗോ, നീ എവിടെ പോകുമായിരുന്നു. അടുത്ത നോക്ക്, വേർ വുഡ് യു ഗോ വെൻ യു വെർ എ ചൈൽഡ്, നീ ഒരു കുട്ടിയായിരുന്നപ്പോൾ എവിടൊക്കെ പോകുമായിരുന്നു. കണ്ടോ, വേർ വുഡ് യു ഗോ. അപ്പോൾ ഇവിടെ നീ എവിടെ പോയി, നീ എവിടെ പോകും, നീ എവിടെ പോയതായിരുന്നു, നീ എവിടെയായിരുന്നു, നീ എവിടെ പോകുമായിരുന്നു, നീ എവിടെ പോയേനെ, ഇതൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും പോകുമായിരുന്നോ അല്ലെങ്കിൽ കഴിക്കുമായിരുന്നോ എന്ന് ചോദിച്ചൊക്കെ പറയാം. അങ്ങനെ തനിയെ ശ്രമിച്ചു നോക്കുക.